ശ്രീ ദാമോദർ പ്രസാദ്, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പുകളുടെ പ്രസക്തിയുണ്ടോ എന്ന രൂപത്തിൽ പോലും ചിലർ സംസാരിക്കുന്നുണ്ട്. കാരണം ഇനി ഇവരെ ജയിക്കുള്ളൂ. ഇപ്പോൾ പറയുന്ന കേട്ടില്ലേ, ജംഗിൾ രാജ് ഇനി വരികയില്ല എന്ന് പറയുമ്പോഴും ഇനി ഞങ്ങൾ തന്നെയാണ് വിജയിക്കുക എന്നുള്ളൊരു ആത്മവിശ്വാസത്തിന് ഉതകുന്ന കാര്യങ്ങൾ ചെയ്തു വച്ച ശേഷമാണ് ഈ ആത്മവിശ്വാസം. കെട്ടുറപ്പോടുകൂടി മുന്നണി പ്രവർത്തിച്ചു എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. ഒരു ഘട്ടത്തിൽ നിതീഷ് കുമാറാണോ മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ അത് പിന്നീട് തീരുമാനിക്കുമെന്ന് അമിത്ഷാ പറഞ്ഞപ്പോൾ നിതീഷ് കുമാറിനുണ്ടായ വിഷമം അത് പിന്നീട് മോദി തന്നെ ചെന്ന് പരിഹരിക്കുന്നു. അപ്പോൾ പരിഹരിച്ചു പോവുകയായിരുന്നു. അപ്പുറത്ത് അങ്ങനെ പരിഹരിക്കപ്പെടാതെ കുറേ വിഷയങ്ങൾ കിടക്കുകയും പരിഹരിക്കപ്പെടാതെ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട ഘടകമല്ലേ? ഇപ്പോൾ കോൺഗ്രസ് പ്രധാനമായി ഉന്നയിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബീഹാർ ജനതയും തമ്മിലുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ അത് മാത്രമാണോ ഘടകം? ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പ്രസംഗം നമ്മൾ കേട്ടു. എനിക്ക് തോന്നുന്നു BJPയുടെ ഇലക്ഷൻ സ്ട്രാറ്റജി വളരെ നമ്മൾ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കണമല്ലോ. ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാവിധ കുതന്ത്രങ്ങളും അവർ നടപ്പാക്കുന്നൊപ്പം തന്നെ അവരിപ്പോൾ ആലോചിക്കുന്നുണ്ടാവുക നിതീഷിന് ശേഷമുള്ള ബീഹാർ എന്തായിരിക്കണം, എങ്ങനെയാണ് അതിൻ്റെ അകത്ത് BJPക്ക് അപ്രമാദിത്വം രാഷ്ട്രീയമായിരിക്കും അവർ ഇന്ന് മുതൽ ആലോചിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ വളരെ മുമ്പേ തന്നെ ആലോചിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്രയും ദീർഘവീക്ഷണത്തോടെ പെരുമാറുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഒരു മാക്കിയവേലിയൻ സ്വഭാവമുള്ള രാഷ്ട്രീയ സ്വഭാവമുള്ള അതിൻ്റെ നീക്കങ്ങൾ, ചാണക്യ എന്ന് നമുക്ക് ഇന്ത്യൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ അങ്ങനെ സംവിധാനത്തോടാണ് ഈ നമ്മുടെ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ നേരിടുന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ശരിയാണ്. ഇതിൻ്റെ അകത്ത് സ്റ്റാൻഡേർഡ് എക്സ്പ്ലനേഷൻസ്, അതായത് നൗഷദ് അലിയും അതുപോലെ തന്നെ ശിവദാസും പറഞ്ഞ സ്റ്റാൻഡേർഡ് എക്സ്പ്ലനേഷൻസ് ഒക്കെ സംഗതമാണ്, ഇവിടെ പ്രസക്തമാണ്. കാര്യം SIR ആയി ബന്ധപ്പെട്ട് ദീപാങ്കർ ഭട്ടാചാര്യ വേറെ പ്രശ്നം ഉന്നയിച്ചിരുന്നു. കാര്യം മഗധ ഏരിയയിൽ അതേ വോട്ടർമാരെ ചേർത്തും കൂടി പറഞ്ഞിരുന്നു. അപ്പോൾ ആ വോട്ടർമാരുന്നു. പക്ഷേ നമ്മുടെ മുമ്പിൽ കാണുന്ന കാര്യം ഈ വോട്ടർ ടേൺഔട്ട് നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമാണ്. നമ്മളിതൊക്കെ പറയുമ്പോഴും സ്ത്രീകളുടെ വോട്ടർ ടേൺഔട്ട് വന്നു. അവിടെ നടപ്പാക്കിയൊരു തന്ത്രം എന്ന് പറയുന്നത് ഈ 10,000 രൂപ സ്ത്രീകൾക്ക് എത്തിക്കുന്നത്. അതിൻ്റെ അകത്ത് സ്മൃതി പറഞ്ഞ ചെറിയ കറക്ഷൻ്റെ ഉണ്ട്. കാര്യം മനോജ് ജാ കേസ് കൊടുത്തിട്ടുണ്ട്. രാജ്യസഭ MP നമ്മുടെ RJയുടെ രാജ്യസഭ MP കേസ് കൊടുത്തിട്ടുണ്ട്. കാര്യം ഇലക്ഷൻ കമ്മീഷനെതിരെ ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷമാണ് പണം എത്തിയത്. സെക്കൻഡ് ഫേസ് തുടങ്ങുന്ന സമയത്താണ് പല ആൾക്കാർക്കും ആ പൈസ എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നതിന് ഒരു ശാസ്ത്രീയമായ രീതിയിലൊക്കെ അവലംബിച്ചിട്ടുണ്ട്. ഇവിടെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ വേറൊരു കാര്യം കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നരേന്ദ്രമോദി പറഞ്ഞ കാര്യം MY മുസ്ലിം യാദവ് കോമ്പിനേഷനെ കുറിച്ച് പറഞ്ഞതിന് പകരം മഹിള യുവ എന്ന് പറയുന്ന സമയത്ത് ഈ കമ്മ്യൂണൽ ക്യാമ്പയിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ. അതാണ് ഇപ്പോൾ ചാട്ടിൻ്റെ കാര്യം പറയുന്നത്. ചാട്ട് പൂജയെ ബന്ധപ്പെട്ട് അതിനെ കമ്മ്യൂണൽ വലിച്ചിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ BJP അതിൻ്റെ BJP എപ്പോഴും ഉന്നയിക്കുന്ന BJPയുടെ രാഷ്ട്രീയ ക്യാമ്പയിനുകൾ ആസൂത്രിതമായി നടത്തിയിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ സംവിധായകൻ്റെ അവകാശം എന്നുള്ളൊരു പ്രധാന ഒരു വിഷയം, അതായത് നിങ്ങളുടെ വോട്ട് ഇവിടെ തട്ടിയെടുക്കപ്പെടുന്നു അല്ലെങ്കിൽ വോട്ട് ചേർക്കപ്പെടുന്നു, നിങ്ങളുടെ വോട്ട് നിശ്ചയിക്കപ്പെടുന്നു തുടങ്ങിയ ഒരു ഗൗരവമായ വിഷയം നമ്മുടെ സംവിധായകർക്ക് ഏഷ്യയില്ല എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് ഏഷ്യന്നില്ല എന്നുള്ളത് അതിനേക്കാൾ ഉപരിയായിട്ടായിരിക്കും പോപ്പുലിസ്റ്റ് മെഷേഴ്സ് എന്ന കാലത്ത് വർക്ക് ചെയ്യുന്നത്. 10,000 രൂപ നമുക്ക് എത്തുന്നതിനേക്കാൾ ഉപരിയായിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇതിൻ്റെ അർത്ഥം നമ്മൾ ഇലക്ഷൻ അവസാനിപ്പിച്ച് പോകുകയെന്നുള്ളതല്ല. രണ്ടാമത്തെ കാര്യം, ഈ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു വിമർശനം ഗൗരവമായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ SIRൻ്റെ കാര്യം മാത്രമല്ല. അതിപ്പോൾ ഇപ്പോൾ തന്നെ നരേന്ദ്രമോദി തന്നെ പ്രസംഗത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ പ്രസംഗം സൂചിപ്പിക്കുന്ന കാര്യം SIR എല്ലാ സംസ്ഥാനങ്ങളും ഗൗരവമായിട്ട് നടപ്പാക്കും എന്ന കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട SIR മാത്രമല്ല, ഈ 10,000 രൂപ കൊടുക്കുന്നതന്നെ ഒരു സാധാരണ ഇലക്ഷൻ കമ്മീഷൻ ഓട്ടോണമസ് ആയ ഒരു എൻറ്റിറ്റി ആയിരുന്നെങ്കിൽ, സ്വതന്ത്രമായി തീരുമാനിക്കുന്ന ബോഡിയാണെങ്കിൽ അത് വിലക്കേർപ്പെടുത്തിയ ചരിത്രമുണ്ട്. ഇപ്പോൾ TN ശേഷം ആൾക്കാരൊക്കെ എത്ര വിലക്കേർപ്പെടുത്തിയ ചരിത്രമുള്ളത്, അതിന് പകരം അത് അനുകൂലമായിരുന്നു. അപ്പോൾ ഇത്തരം എല്ലാ ഫാക്ടേഴ്സ് അപ്പോൾ ഇവരുടെ ഇലക്ഷൻ മാനിപ്പുലേഷൻ സ്ട്രാറ്റജി, ഇലക്ഷൻ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി, അതുപോലെ തന്നെ അപ്പോൾ അതിനോടൊക്കെ തന്നെ ഒരു നേരിടാൻ പ്രാപ്തമായിട്ടുള്ള ഒരു സംവിധാനം അതിൻ്റെ അകത്തുള്ള. പിന്നെ ഇതൊക്കെ തന്നെയാണെങ്കിൽ ഇതിപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പറയാം RJDക്കാണ് കൂടുതൽ വോട്ട് ഷെയർ എന്നുള്ളത്. അതിപ്പോൾ നമ്മൾ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അല്ല ഇന്ത്യയിൽ നിൽക്കുന്നുള്ളത് നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യം. പക്ഷേ മുന്നണിയെ മത്സരിക്കുമ്പോൾ ഒരു കാര്യം കൂടി അതിൻ്റെ അകത്ത് BJP ഈ നിതീഷ് കുമാറിനപ്പുറം ഒരു രാഷ്ട്രീയം കാണുമ്പോഴും നിതീഷ് കുമാറായിട്ടുള്ള RJയുടെ ബന്ധം പോലെയല്ല BJPയുടെ ബന്ധം. നിതീഷ് കുമാറെ നിലനിർത്തിക്കൊണ്ട് BJPയോട് വളരാൻ ശ്രമിച്ചത് വളരെ ആസൂത്രിതമായിട്ട് വളരെ വൃത്തിയായിട്ട് ഒരു ചെയ്ത കാര്യമാണ്. ഇത് RJDക്കും കോൺഗ്രസും പറ്റാത്ത കാര്യമാണ്. കാര്യം നിതീഷ് കുമാറിനെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന് പറയാം, എല്ലാവർക്കും പറയാം, മുഖ്യമന്ത്രി സ്ഥാനം മാത്രം ആഗ്രഹിച്ച് നടക്കുന്നതാണ് അതിനുവേണ്ടി. പക്ഷേ ഒരു തരത്തിൽ ഇന്ത്യയുടെ തലപ്പത്തേക്ക് വരെ അതിൽ ആഗ്രഹിച്ചു. ആ സമയത്തുള്ള തന്നെ വേണ്ട പോലെ ലിസൺ ചെയ്യാതെ BJP അദ്ദേഹത്തെ നന്നായി മാനേജ് ചെയ്തു. ആ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് അർഹിക്കുന്ന ബഹുമാനം കൊടുത്തുകൊണ്ട് അവിടെ നിർത്തിയ കോയിലിഷൻ നന്നായി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചപ്പോൾ BJPയുടെ ഇലക്ട്രൽ സ്ട്രാറ്റജി, പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, അവരെ താഴെത്തട്ടുള്ള വർക്കിംഗ് സ്ട്രാറ്റജി, ഒപ്പം തന്നെ ഈ മാനിപ്പുലേറ്റീവായിട്ടുള്ള രാഷ്ട്രീയം, ഒപ്പം തന്നെ അവരുടെ ഭരണാധികാരമുണ്ടെന്ന് നമ്മൾ ഒരു യാഥാർത്ഥ്യങ്ങൾ കാണണം.
BJPയുടെ മുമ്പിൽ സമഗ്രമായിട്ടുള്ള ഭരണാധികാരമുണ്ട്. അത് നിസ്സാരമായ ഭരണാധികാരമല്ല. കേന്ദ്രത്തിൻ്റെ ഭരണാധികാരം എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്റ്റിറ്റ്യൂഷനെ പുറത്തും അവർക്ക് അവരുടെ അധികാരം, ഇത് നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല. BJPയുടെ കാലത്ത് നല്ല പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ്റെ പുറത്തൊക്കെ അധികാരം ഉണ്ടായിരുന്നു, കോടതിയുടെ പുറത്ത് അധികാരം ഉണ്ടായിരുന്നു, കോടതിയുടെ അധികാരം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു സംവിധാനം നിലനിൽക്കുമ്പോൾ അതിനോട് എങ്ങനെ ഫലപ്രദമായി വർക്ക് ചെയ്യണം എന്നുള്ളൊരു പൊളിറ്റിക്കൽ ഒരു പ്രോജക്റ്റ് പ്രതിപക്ഷത്തിന് ഇല്ല എന്ന പ്രശ്നം കൂടിയുണ്ട്. ഇതിനകത്ത് പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ഇല്ലാത്ത സമയത്ത് രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവിനെ നമ്മൾ എത്രയും ആദരവോടെ കാണുമ്പോഴും രാഹുൽ ഗാന്ധി ഇവർക്കൊരു മാച്ചായ പൊളിറ്റീഷ്യൻ അല്ല എന്നുള്ള നമ്മൾ യാഥാർത്ഥ്യം മുമ്പിലുണ്ട്. അതായത് ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവില്ലാത്തതൊന്നുമല്ല. അദ്ദേഹം വളരെ കഴിവുള്ള ആളാണ്, വളരെ അക്കാഡമിക്കായിട്ട് പൊളിറ്റിക്സിനെ കാണുന്നതാണ്. അദ്ദേഹം റിപ്രസെൻ്റ് പക്ഷെ നമ്മുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യ പ്രതിദാനം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലെ വലതുപക്ഷ രാഷ്ട്രീയം പ്രതിദാനം ചെയ്യുന്ന നരേന്ദ്രമോദിയെ പോലെ, അമിത്ഷായെ പോലുള്ള വളരെ എന്താ പറയുക ഒരു രാഷ്ട്രീയത്തെ ആ രീതിയിൽ കാണുകയും പ്രവർത്തിക്കുകയും വളരെ സൂക്ഷ്മമായിട്ട് ഭാവിയെക്കുറിച്ച് കാണുകയും ഇന്നിപ്പോൾ നമ്മൾ മനസ്സിലായി ഈ ബീഹാർ ഇലക്ഷനിൻ്റെ സമയത്തും സൂക്ഷ്മതലങ്ങൾ മൈക്രോ മാനേജ് ചെയ്ത ആളാണ്. അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെയാണ് എല്ലാ ഇലക്ഷനും, ഹരിയാന ആയിക്കോട്ടെ ഡൽഹി ആയിക്കോട്ടെ അവസാനം അത്രയും സൂക്ഷ്മതലത്തിൽ മൈക്രോ മാനേജ് ചെയ്യുന്നൊരു അത്രയും വിദഗ്ധനായിട്ട് ഇലക്ട്രൽ സ്ട്രാറ്റജിസ്റ്റായിട്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ നേരിടുന്ന സമയത്ത് നമ്മുടെ നേതൃത്വപരമായിട്ട് ഒരു അഭാവമുണ്ട്. പിന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ലാലു പ്രസാദ് യാദവിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി തന്നെയാണ് തേജസ്വി യാദവ് നോക്കുന്നത്. പക്ഷേ ലാലു പ്രസാദ് യാദവ് വളരെ മൊബിലൈസ് ചെയ്തുണ്ടാക്കിയ, അതായത് അടിയന്തരാവസ്ഥ കാലം മുതൽ നിരന്തരമായ പ്രവർത്തനങ്ങൾ മൊബിലൈസ് ചെയ്യുന്ന ഈ കോൺസ്റ്റിറ്റ്യുവൻസിയാണത്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടും സഹായിച്ചു. പക്ഷേ തേജസ്വി യാദവ് അതിന് ഇൻഹെറിറ്റ് ചെയ്ത പൊളിറ്റിക്സ് എപ്പോഴും അതിന് വേണ്ട പോലെ മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയുണ്ടാവും. ഇൻഹെറിറ്റൻസ് എപ്പോഴും പലപ്പോഴും അത് വേണ്ട പോലെ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിലും, അല്ലെങ്കിൽ അതൊരു ഇൻഹെറിറ്റൻസ് ആണ്, അതിൻ്റെ അകത്തൊരു അധ്വാനമില്ല. ആ അധ്വാനം ഇല്ലായ്മയുടെ ലക്ഷണവും ഇതിൻ്റെ അകത്ത് പ്രകടമാണെന്നാണ് എൻ്റെ തോന്നൽ. ശരി, ഞാൻ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.